നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം വാർത്തകൾ വേഗത്തിൽ. പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ചുട്ട മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിൽ ഇന്ന് തുടക്കം. ആദ്യം ലോക്സഭയിൽ, രാജ്യസഭയിൽ നാളെ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. പ്രധാനമന്ത്രി സംസാരിക്കും. ശശി തരൂർ സംസാരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്ഷൻ ഹീറോ ബിജു സിനിമയുടെ 2ാം ഭാഗത്തിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. തലയോലപ്പറമ്പ് പോലീസിന്റെ നടപടി. നിർമ്മാതാവ് ഷംനാസ് നൽകിയ വഞ്ചനാ പരാതിയിൽ സംവിധായകൻ എബ്രിഡ് ഷൈനിനും നോട്ടീസ്. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും ആവശ്യം. പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനിടയാക്കിയ ഫോൺ സംഭാഷണ വിവാദം KPCC അന്വേഷിക്കും. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് KPCCക്ക് കൈമാറും. പാർട്ടി നടപടി തിരുവഞ്ചൂരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടത് സംഘടനകൾ. കേരള, കണ്ണൂർ, കാലിക്കറ്റ് ആരോഗ്യ കുഫോസ് VC-മാർ രാജിവെക്കണമെന്ന് SFI. ഗവർണറുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് VC-മാർ എന്ന വിമർശനം. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കങ്ങളിൽ. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലത്ത് തെളിവെടുക്കും. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ തീരുമാനം. തുടർ നീക്കം ആലോചിക്കാൻ യോഗം ചേർന്ന് SIT ഉദ്യോഗസ്ഥർ. പത്തനംതിട്ട കോയിപ്രത്ത് വള്ളം മറിഞ്ഞ് കാണാതായ 3ാമത്തെയാളെ കണ്ടെത്തിയില്ല. തിരുവല്ല സ്വദേശിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. അപകടമുണ്ടായത് ഇന്നലെ ഉച്ച കഴിഞ്ഞു. തെരുവ് നായകളെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് നിയമ വിദ്യാർത്ഥിനി കീർത്തന സരിന്റെ ഹർജി. തെരുവ് നായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനാകുമോ എന്ന കാര്യത്തിലുള്ള നിലപാട് സർക്കാർ അറിയിക്കും. കീർത്തന ഹർജി നൽകിയത് നായാക്രമണത്തിനിരയായ പശ്ചാത്തലത്തിൽ. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കനക്കുന്നു. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് സിറോ മലബാർ സഭ. മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ഉദയഗിരി സ്വദേശിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി സ്വദേശി സിസ്റ്റർ പ്രീതി മേരിയെയും. മതേതര ഭരണഘടനയെ വർഗീയവാദികൾ വിചാരണ ചെയ്യുന്നെന്ന് മുഖപ്രസംഗമെഴുതി ദീപിക ദിനപത്രം. പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ബെന്നി ബഹനാനും ഹൈബീഡനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തും. അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും ഇന്ന് ജാമ്യാപേക്ഷ നൽകും. പാലക്കാട് ഭീതി പരത്തുന്ന PT5 എന്ന ചുരുളിക്കൊമ്പനെ ചികിത്സിക്കാൻ മയക്കുപിടി വെച്ച് പിടികൂടും. ദൗത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ. മരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി പിടികൂടാനുള്ള ശ്രമം വിഫലം. ആനയുള്ളത് മലമ്പുഴ ഭാഗത്ത്. നാളുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വ്യാപാര കരാറിൽ ധാരണയായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ 15%. സ്കോട്ട്ലാൻഡിൽ കൂടിക്കാഴ്ച നടത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയനും. കരാർ യൂറോപ്യൻ സാമ്പത്തിക മേഖലയ്ക്ക് വെല്ലുവിളിയെന്ന വിലയിരുത്തൽ. നമ്മൾ വിശദമായി കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ടൊരു വാർത്തയുടെ അപ്ഡേഷനുമായിട്ടാണ് വന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയിൽ വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നിവിൻ പോളിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത്. സംവിധായകൻ എബ്രിഡ് ഷൈനും ഹാജരാവണം. നിവിൻ പോളിയെയും എബ്രിഡ് ഷൈനെയും ഈ ആഴ്ച പോലീസ് ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശം നൽകി. നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി,
നിർമ്മാതാവിന്റെ പരാതിയിൽ അങ്ങനെ പോലീസിന്റെ ആക്ഷൻ അല്ലേ? ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കാരണം അപ്പോൾ നിർമ്മാതാവ് നൽകിയ പരാതിയിൽ, അതായത് ആദ്യ ചിത്രത്തിൻ്റെ ഒരു മഹാവീർ എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായിരുന്നു വി എസ് ഷംനാസ. ഇതിനുശേഷമാണ് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ രണ്ടാം പതിപ്പ് വരുന്നത്. അതിൽ തന്നെ കബളിപ്പിച്ചു എന്നാണ്, ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ തന്നെ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് അതിൻ്റെ വിതരണാവകാശം നൽകുകയും പിന്നീട് മറ്റൊരാൾക്ക് 5 കോടിയിലധികം രൂപയ്ക്ക് അത് മറിച്ചു വിൽക്കുകയും താൻ അറിയാതെ തന്നെ മറ്റൊരു കച്ചവടം ഇതിനിടയിൽ നടത്തുകയും ചെയ്തു എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു വഞ്ചന കുറ്റം, സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരുന്നത്. നേരത്തെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പരാതിയുമായിട്ട് ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായിട്ട് നിവിൻ പോളിയുടെ അടുത്ത് ചെന്നപ്പോൾ അത്തരം കാര്യങ്ങളൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് ഈ പറവൂർ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ കേസെടുത്തതിന് പ്രകാരം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിവിൻ പോളിക്ക്. നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ ആഴ്ച നിവിൻ പോളിയോടും എബ്രിഡ് ഷൈനോടും ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകേണ്ടി വരും. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകളുമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ആഴ്ച 2 പേർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് 1,90,00,000 രൂപ തട്ടിയെന്നായിരുന്നു ഈ പരാതി. ഈ പരാതിയുടെ നാൾ വഴി നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്നും കൂടെ വിശദീകരിക്കാമോ ഡാനി? അതെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് മഹാവീർ എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായിരുന്നു വി എസ് ഷംനാസ്. തുടർന്ന് അതിനുശേഷം ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഇതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ വിതരണാവകാശം സംബന്ധിയായ ഒരു തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ വിതരണാവകാശം അടക്കമുള്ള കാര്യങ്ങൾ 1,90,00,000 രൂപ ഇക്കാര്യത്തിൽ ഇവരിൽ നിന്ന് വാങ്ങിയിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു വിദേശത്തുള്ള വിതരണാവകാശം സംബന്ധിയായ കാര്യങ്ങളിലാണ് തർക്കമുണ്ടായിരിക്കുന്നത്. ഇത് പറയുന്നത് വിദേശത്തുള്ള മറ്റൊരാൾക്ക് താൻ അറിയാതെ ഇതിൻ്റെ വിതരണാവകാശം നൽകിയിരിക്കുന്നു. അത് ഏതാണ്ട് 5 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ വിതരണാവകാശം നൽകിയിരിക്കുന്നത്. അത് തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള അറിയിപ്പ് നിർമ്മാതാവ് ഇതിൻ്റെ എബ്രിഡ് ഷൈൻ്റെ ഭാഗത്തുനിന്നോ അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നോ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. തന്നെ സത്യത്തിൽ കബളിപ്പിക്കുകയാണ് ഇരുവരും ചേർന്ന് ചെയ്തിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഈ കേസിൻ്റെ ഒരു ഉള്ളടക്കം അതാണ്. ഇതിൽ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ 2 പേരെയും സമീപിക്കുന്നത്. എന്നാൽ അനുകൂലമായ ഒരു മറുപടിയോ നടപടിയോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനുശേഷമാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതി ഈ കാര്യങ്ങൾ കേട്ട ശേഷമാണ് പിന്നീട് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ, ഈ കേസിൻ്റെ ലിമിറ്റ് അതാണ്, തലയോലപ്പറമ്പ് പോലീസിൻ്റെ പരിധിയിലാണിത് വരുന്നത്. അവരുടെ കേസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 പേർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ആഴ്ച 2 പേരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ നൽകണം. ഒപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം, ഇതിൻ്റെ കരാറിൻ്റെ കോപ്പി അടക്കം ഇവർ തമ്മിൽ ധാരണയായിട്ടുള്ള വസ്തുതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോടതിയിലേക്ക് എത്തുമ്പോഴാണ് നടപടികളിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നുമാണ് കേസെടുത്തത്. ഇപ്പോൾ 2 പേർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഈ ആഴ്ച തന്നെ പോലീസിന് മുൻപിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാക്കണം. തീർച്ചയായും ദയവായി തുടരുക ഡാനി. നിർമ്മാതാവ് ഷംനാസ് തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് 9 മണി വാർത്തയിൽ. ഷംനാസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും താങ്കളുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കുമൊപ്പം സംവിധായകൻ എബ്രിഡ് ഷൈനും പോലീസ് ഹാജരാവാൻ, തെളിവുകൾ സഹിതം ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ്. ആ വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പോലീസ് നടപടി ഇപ്പോൾ എവിടം വരെ എത്തിയെന്നാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? പോലീസ് എന്റെ മൊഴി എടുത്തിരുന്നു, സാക്ഷികളുടെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷമായിരിക്കണം ഇപ്പോ പ്രതികളായിട്ടുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്.
പക്ഷെ ഇതിനകത്ത് തെളിവുമായി ഹാജരാകാൻ പറഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ള തെളിവുകളുമായിട്ട് എങ്ങനെ ഹാജരാകും എന്നാണ് എന്റെ ആശങ്ക. ഈ തെളിവുകൾ പോലീസ് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇതിന്റെ മറ്റൊരു കമ്പനിയുമായിട്ടുണ്ടാക്കിയ കരാർ ഒരിക്കലും ഇവർ പോലീസിന് നേരിട്ട് കൊടുക്കില്ല. അത് അവരുടെ മെയിൽ ഐ ഡിയിലുണ്ട്. ആ മെയിലിൽ നിന്ന് പോലീസ് വേണം കണ്ടെത്താൻ. അതായത് ഈ ആഴ്ച തന്നെ ഹാജരാവണമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ രേഖകളാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് ആ രേഖകളെല്ലാം ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു സാധ്യത താങ്കൾ എത്രമാത്രം കാണുന്നുണ്ട്? അതിനകത്ത് ഇപ്പോ ഇവർക്ക് എതിരായിട്ടുള്ള രേഖകൾ ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കാൻ സാധ്യതയില്ലല്ലോ. അത് പോലീസ് കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല, ഇപ്പൊ പോളി ജൂനിയറിന്റെ പേരിൽ 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഓവർസീസിന്റെ അഡ്വാൻസ് പേയ്മെന്റ് വന്നെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എല്ലാ ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവർ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തെളിവുകൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല, ഇവര് വിദേശ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കില്ല. അത് പോലീസ് ഈ വിദേശ കമ്പനിയുടെ ഓഫീസിൽ നിന്നോ പോളി ജൂനിയറിന്റെ ഓഫീസിൽ നിന്നോ അവരുടെ മെയിൽ ഐ ഡിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് ചിലപ്പോൾ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാനുള്ള സംവിധാനം, സാങ്കേതിക ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ. ഈ പോലീസ് താങ്കളുമായി ഏത് തരത്തിലാണ് സഹകരിക്കുന്നത്? പോലീസ് വളരെ അനുഭാവപൂർവ്വമുള്ള സഹകരണമാണ്. പോലീസിന്റെ വിശദമായ മൊഴിയെടുത്തു, സാക്ഷികളുടെ മൊഴിയെടുത്തു. പോലീസ് ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഷംനാസ്, ഈ പരാതി നൽകിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നോ ഈ നടന്റെയോ സംവിധായകന്റെയോ അല്ലെങ്കിൽ താരസംഘടനയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ഒത്തുതീർപ്പിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളൊരു തരത്തിലോട്ട് താങ്കളെ ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, ആരും സമീപിച്ചിട്ടില്ല. ഇതുവരെ ആരും സമീപിച്ചിട്ടില്ല. ഈ താങ്കൾ ഈ പരാതി നൽകിയതിനു ശേഷം നടൻ നിവിൻ പോളിയോ, സംവിധായകൻ എബ്രിഡ് ഷൈനോ താങ്കളെ സമീപിച്ചിരുന്നോ? അവർ എന്തെങ്കിലും തരത്തിൽ താങ്കളുമായി ചർച്ച നടത്തിയിരുന്നോ? ഒരു അനുനയ നീക്കം? ഇല്ല, അവരിതുവരെ സമീപിച്ചിട്ടില്ല. അവര് നടത്തിയ പ്രസ്താവന പോലും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ പറഞ്ഞത് ഇത് കോടതിയുടെ ആർബിട്രേഷൻ പരിധിയിൽ ഇരിക്കുന്ന കേസാണ്, കോടതിക്ക് വിധി മറികടന്നാണ്, ബഹുമാനിക്കാതെയാണ് ഞാൻ കേസ് കൊടുത്താണ് പറയുന്നത്. അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ കൊടുത്തിരിക്കുന്ന ആർബിട്രേഷൻ കേസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഉണ്ടാക്കിയ ഒരു കരാറിലെ വ്യവസ്ഥകൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അവര് കോടതിയിൽ നിന്ന് ഒരു ഇൻജക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നിവിൻ പോളിയുടെ ഓഫീസിൽ, പോളി ജൂനിയറിന്റെ ഓഫീസിൽ ഞാൻ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ വൈഫിന്റെ പേരിൽ ഒരു ഇൻജക്ഷൻ ഓർഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ 2 കേസ് അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കേസ് കൊടുക്കുന്നതിന് മുൻപ് ഇത് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയേറ്ററെ വെച്ചിരുന്നു. ആ മീഡിയേറ്റർ എന്റെ അടുത്ത് പറഞ്ഞത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് തീരുന്ന ലക്ഷണം കാണുന്നില്ല, നിങ്ങളെ നിയമ നടപടികളുമായി മുമ്പോട്ട് വെക്കുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. അത് തന്നെയാണ് ഞാനും ചോദിക്കാൻ വന്നത്. അതായത് ഈ നടൻ നിവിൻ പോളി തുടക്കത്തിൽ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടക്കുകയാണെന്ന്. പക്ഷെ ആ ചർച്ചയ്ക്ക് നിൽക്കാതെ താങ്കൾ തിടുക്കപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? വെറുതെ പറയുന്നതാണ്. ഇവര് കമ്മീഷൻ, അതായത് ഞാൻ എന്നടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിവിൻ പോളിയുടെ ഓഫീസിൽ കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതി ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങനെ അവിടെ 4 മണിക്ക് എത്തിയപ്പോ തേവര കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു SI വന്നിട്ട് എന്നോട് കമ്മീഷണറെ കാണണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇവിടെ ഓഫീസിൽ വന്ന് ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞ് കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിവിൻ പോളിയുടെ മാനേജരെയും വിളിച്ചു വരുത്തി, എന്നെയും വിളിച്ചു വരുത്തി അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു പണം ഞങ്ങൾ കൊടുക്കാനുണ്ട്, ഇയാളെ നിർമ്മാണത്തിൽ നിന്ന് മാറ്റുകയാണ്, ചെലവാക്കിയ പണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ പക്ഷെ അതിന്റെ കണക്കും കാര്യങ്ങളും പിന്നെ അതിന്റെ ഡയറക്ടറുമായിട്ട് സംസാരിക്കണം. അപ്പൊ അതിനൊരു മീഡിയേറ്റർ വെച്ചിട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് അവര് CAയുടെ ഓഫീസിൽ വെച്ചിട്ട് ഉറപ്പ് നൽകുകയാണ്. അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല. പിന്നീട് ഞാൻ വൈക്കം DVSP ഓഫീസിൽ പരാതി കൊടുത്തു. DVSP ഓഫീസിലും ഇവരെ വിളിച്ചു വരുത്തി. അവിടെയും ഇവർ പറഞ്ഞു ഒരു മീഡിയേറ്റർ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചോളാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഡ്വക്കേറ്റിനെ ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിയോഗിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതിനുശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞാനിത് സംസാരിച്ചിട്ട് ഇത് പരിഹരിക്കുന്നില്ല, നിങ്ങൾ നിയമ നടപടികളുമായി മുമ്പോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്
ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വിതരണാവകാശം നൽകാം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിന്റെ രേഖകൾ താങ്കളുടെ കൈവശമുണ്ടോ? ഇല്ല, വിതരണാവകാശം നൽകാമല്ല. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ചിത്രം ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ പേരിലാണ്. എന്ന് വെച്ചാൽ അതിന്റെ മുഴുവൻ അവകാശങ്ങളും എന്റെ പേരിലാണെന്നുള്ളതാണ് എന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കെ പക്ഷെ ഞാനും എബ്രിൽ ഷെയ്നും നിവിൻ പോളിയും കൂടി ചേർന്നാണ് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊതുവായി ധാരണ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ചിത്രത്തിന്റെ റൈറ്റ്സ് എബ്രിൽ ഷെയ്ൻ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു. ആ എബ്രിൽ ഷെയ്ൻ പ്രൊഡക്ഷൻസിന്റെ പേരിൽ നിന്നും ഇതിനു വേണ്ടി ഷൂട്ടിങ്ങിന് പണം ചെലവഴിക്കണം എന്ന വ്യവസ്ഥയിൽ എന്റെ പേരിലേക്ക് ഈ പടത്തിന്റെ മുഴുവൻ റൈറ്റ്സ് മാറ്റുകയായിരുന്നു. കേരള ഫിലിം ചേംബറിൽ അതിന്റെ രേഖകളുണ്ട്. താങ്കളുടെ കൈവശം അതിന്റെ രേഖകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞാനത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പം അങ്ങനെ എനിക്ക് അവകാശം നിലനിൽക്കെ ഈ സിനിമയുടെ മുഴുവൻ റൈറ്റ്സും അവകാശം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത്. ആ പണം ചെലവാക്കിയതിനു ശേഷം ഈ 14 ദിവസം ഷൂട്ടിന് വേണ്ടി ബംഗാളിൽ പോയിട്ട് 11ാമത്തെ ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ഡയറക്ടറുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഷൂട്ടിംഗ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അറിയാതെ ഇതിന്റെ വിദേശ വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് നൽകി. 5 കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് 2 കോടി രൂപ പോളി ജൂനിയറിന്റെ. അത് താങ്കൾ അറിഞ്ഞത് എപ്പോഴാണ്? ഇത് മറ്റൊരു കമ്പനിക്ക് നൽകി എന്നുള്ള വിവരം താങ്കൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ ഇവർ ഇത് കരാർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന്റെ ഫിനാൻസ് കൺട്രോൾ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ അറിയിച്ചു. ഈ 2 പടത്തിന്റെ ഫിനാൻസ് കൺട്രോൾ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പോളി ജൂനിയറിന്റെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്റെ അടുത്ത് ഇങ്ങനെ കച്ചവടം നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. ഞാൻ ഈ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെട്ടു. അവര് നേരിട്ട് ഇത് അംഗീകരിച്ചു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിർമ്മാതാവിനെ മാറ്റും എന്നുള്ളതാണ്. സംവിധായകനും നായകനും ഇല്ലാതെ എങ്ങനെ സിനിമ ഉണ്ടാവും? നിങ്ങൾ പണം മാത്രം മുടക്കിയ സിനിമ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ വിദേശ കമ്പനി എന്നോട് പറഞ്ഞത്. താങ്കൾ അപ്പോൾ എബ്രിൽ ഷൈനുമായി സംസാരിച്ചില്ലേ ഈ വിഷയത്തിൽ? അദ്ദേഹത്തോട് ചോദിച്ചില്ലേ ഇതിനുള്ള കാരണം എന്താണ്? അബ്രിൽ ഷൈൻ എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അതിനുശേഷം ഞങ്ങൾ 3 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ വിവരം ചർച്ച ചെയ്തു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ചെലവായ കണക്കുകൾ കാര്യങ്ങൾ തരൂ, നിങ്ങളുമായി ഞങ്ങൾക്ക് നിർമ്മാണത്തിന് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, മുഴുവൻ കണക്കുകളും കാര്യങ്ങളും ഏൽപ്പിക്കൂ, നിങ്ങളുടെ പണം തിരിച്ചു തരും. അതിന്റെ അടുത്ത് വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ രേഖകളും ഉണ്ട്. അപ്പം അത് അനുസരിച്ചിട്ട് പോളി ജൂനിയറിന്റെ ഓഫീസിൽ ആക്ഷൻ ഹീറോ ബിജു 2ന്റെ മുഴുവൻ ഷൂട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ബില്ലുകളും പേപ്പറുകളും രേഖകളും അവരുടെ ഓഫീസിൽ പരിശോധനയ്ക്ക് കൊടുത്തു. അവരത് കൺഫേം ചെയ്തു. എനിക്ക് അവർ മെയിലിൽ കൺഫർമേഷൻ തന്നു. 3 ലക്ഷം രൂപയുടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു, അതും കൊടുത്തു. ഇതെല്ലാം മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ശരി, അപ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഈ സിനിമയും ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് നൽകിയത് താങ്കൾ അറിഞ്ഞിരുന്നില്ല, താങ്കൾ അവിടെ പൂർണ്ണമായി കബളിപ്പിക്കപ്പെടുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ഇവർ 2 പേരും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഷൈൻ ഫോൺ ബ്ലോക്ക് ചെയ്തു, നിവിൻ ഫോൺ എടുത്തില്ല. അവസാനം വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പിന്നീട് ചർച്ച ചെയ്ത്. പിന്നീട് നിവിന്റെ മാനേജർ ഞങ്ങൾ കോൺഫറൻസ് കോളിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിർമ്മാണത്തിൽ നിന്ന് മാറും, അവര് മുഴുവൻ മഹാവീറിന്റെയും ബിജുവിന്റെ എല്ലാ ബാധ്യതകളും നിവിൻ പോളി ഏറ്റെടുക്കാണ്, അതുകൊണ്ട് മുഴുവൻ കണക്കുകളും നിവിൻ പോളിയുടെ ഓഫീസിൽ എത്തിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കണക്കുകളും നിവിൻ പോളിയുടെ ഓഫീസിൽ എത്തിച്ചു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് പണം തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ അവരെ പുറകെ നടക്കുകയാണ്. ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ ഈ സിനിമയുടെ വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് നൽകിയതിന് ഒരു കാരണം എബ്രിൽ ഷൈന് പറയാനുണ്ടാകുമല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് അറിയാമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം ഞാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എബ്രിൽ ഷൈൻ എന്റെ അടുത്ത് പറഞ്ഞ് ഞാനുമായിട്ട് നിർമ്മാണത്തിൽ സഹകരിച്ചു പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടിട്ട് നിർമ്മാതാവിനെ മാറ്റുകയാണ്, നിങ്ങളുടെ ചെലവായ പണം തിരിച്ചു വരും, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമ ഇപ്പോൾ പൂർണ്ണമായും പാതി വഴിയിൽ നിൽക്കുകയാണല്ലേ? അതെ. അതിന്റെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര രൂപയുടെ നഷ്ടം അല്ലെങ്കിൽ എത്ര തട്ടിപ്പുണ്ടായി എന്നാണ് പറയുന്നത്? എനിക്ക് ഏകദേശം 3 കോടി രൂപയോളം ഇപ്പൊ എനിക്ക് കിട്ടാനുണ്ട്. കാരണം 95 ലക്ഷം രൂപ നേരത്തെ ഉള്ള ധാരണ അനുസരിച്ച് കിട്ടാനുണ്ട്. ആ പൈസ ബിജു 2ന്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോളി ജൂനിയറിൽ ഏൽപ്പിച്ച പൈസയാണ്. അത് നിങ്ങൾ പറയുന്ന പോലെ ആക്ഷൻ മഹാവീരന് വേണ്ടിയിട്ട് തിരിച്ചു തരാൻ പറഞ്ഞ പൈസ അല്ല, ബിജു 2ന്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോളി ജൂനിയറിൽ ഏൽപ്പിച്ച പൈസയാണ്. അത് കൂടാതെ 1,90 ലക്ഷം രൂപയോളം നമ്മൾ ഷൂട്ടിന് വേണ്ടി ചെലവഴിച്ചു. ഇതിന്റെ എല്ലാം വ്യക്തമായ കണക്ക് നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റും എല്ലാം കൊടുത്തിട്ടുണ്ട്.
ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തുടക്കത്തിലുള്ള ചർച്ചകൾ നടന്ന സമയത്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു താങ്കൾക്ക് ലഭിച്ചത് ഈ സംവിധായകരിൽ നിന്നും? ശരിക്കും ഞാൻ ഇവരുടെ നിർമ്മാണ പങ്കാളിയായിട്ട് വരുന്നത് ഇവര് മഹാവീരൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2021 ഫെബ്രുവരി മാസത്തില് രാജസ്ഥാനിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന ആള് പിന്മാറുകയും അതും ഇതുപോലെ ഡയറക്ടറുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അങ്ങനെയാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം എബ്രിഷൻ പറഞ്ഞിട്ട് ഈ മഹാവീർ സിനിമയ്ക്ക് വേണ്ടി ഞാൻ സഹായമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പണം എല്ലാം ഈ ഷൂട്ട് മുടങ്ങിയാൽ പോകും എന്നൊരു ഘട്ടം വന്നപ്പോ നിവിൻ പോളി ദുബായിൽ വന്നിരുന്നു. നിവിൻ പോളി എന്നെ വിളിച്ചു. അങ്ങനെ നിവിൻ പോളി ഞാനും തമ്മിൽ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ട് വരുന്നത്. ഇതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മുഴുവൻ പോളി ജൂനിയറിലാണ് ഇരിക്കുന്നത്. അവര് തുടങ്ങി വെച്ചൊരു സിനിമ പാതി വഴി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിന്നുപോകും എന്നൊരു അവസ്ഥയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മഹാവീർ എന്ന സിനിമയിൽ ഞാൻ നിർമ്മാണ പങ്കാളിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മഹാവീരർ എന്ന സിനിമ ഒരു അധികം തിയേറ്ററുകളിൽ ഓടാത്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ അതെ, സാമ്പത്തികമായി പരാജയമായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ താങ്കൾക്കുണ്ടായ പരാജയം അല്ലെങ്കിൽ നഷ്ടം ഈ സിനിമയിൽ ആക്ഷൻ ഹീറോ 2 നികത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കളെ ക്ഷണിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ അത് അവിടെ താങ്കൾ പൂർണ്ണമായും കബളിക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും. ഏത് ഘട്ടത്തിലാണ് താങ്കൾക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം, തനിക്ക് നീതി ലഭിക്കണമെന്ന് തോന്നിയത് ഏത് ഘട്ടത്തിലായിരുന്നു? കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഇവരുടെ ഓഫീസിൽ നിരന്തരം ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ദുബായിലാണ് ബിസിനസ് ചെയ്യുന്നത്, ദുബായിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും അവിടെ എത്തും. എന്റെ പാസ്പോർട്ടിനകത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ മാസവും ഇവര് പറയുന്ന അനുസരിച്ചിട്ട് അവരുടെ ഓഫീസിലെത്തും. അപ്പോൾ അവർ അടുത്ത മാസം അവധി പറയും. അങ്ങനെ ഇപ്പൊ വന്ന് കഴിഞ്ഞ മെയ് മാസം 30-ാം തീയതി ഞാൻ വീണ്ടും ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞു 31-ാം തീയതി എബ്രിഷൈനും നിവിൻ പോളിയും ഞാനുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലാണ് പ്രശ്നം തീരുക. ഇവര് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എബ്രിഷൈനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എബ്രിഷൈൻ സൈൻ ചെയ്താൽ എന്റെ പണം മുഴുവൻ തന്നേക്കാം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആ എബ്രിഷൈൻ അതിനകത്ത് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മെയ് 31-ാം തീയതി ഞാൻ ഇവരുടെ ഓഫീസിൽ ചെല്ലുന്നത്. അതായത് നിർമ്മാണത്തിൽ നിന്ന് താങ്കൾ അല്ലെങ്കിൽ താങ്കളെ മാറ്റിയതിനു ശേഷം താങ്കൾ പിന്മാറിയതിനു ശേഷമാണ് ഈ ചർച്ച ഉണ്ടായത് എന്നാണോ? അതായത് നിർമ്മാണത്തിൽ നിന്ന് ഞാൻ പിന്മാറിയെന്ന് വെച്ചാൽ ഇപ്പോഴും പണം ചേംബറിൽ എന്റെ പേരാണ് രജിസ്റ്റർ. എന്റെ പണം പൂർണ്ണമായി കിട്ടിയാൽ മാത്രമേ എനിക്ക് തിരിച്ചവർക്ക് എഴുതി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് എന്റെ പണം തരാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് പിന്നീട് അവർ ചെയ്തത് കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കാനുണ്ടായത്. പിന്നെ ഈ ആർബിട്രേഷൻ എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത് ഞാൻ നിവിൻ പോളിയുടെ ഓഫീസിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സിവിൽ ഇൻജക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നത്. അത് നിവിൻ പോളിയുടെ വൈഫിന്റെ പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിവിൻ പോളിയുടെ വൈഫിന്റെ പേരിലുള്ള ഓഫീസ് അതല്ല. ശരിക്കും കോടതിയെ കബളിപ്പിച്ചിരിക്കുന്നത് നിവിൻ പോളി ജൂനിയറാണ്. താങ്കൾ എന്തായാലും അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണ്, അല്ലെ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും, പോളി ജൂനിയറിന്റെ പേരിലുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും അല്ലെങ്കിൽ നിവിൻ പോളിയുടെ വ്യക്തിപരമായിട്ടുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കണം. പരിശോധിച്ചാല് ഏപ്രിൽ മെയ് മാസത്തിൽ ഈ പറയുന്ന കമ്പനിയിൽ നിന്നും പണം വന്നായിട്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ശരി, വളരെ നന്ദി ശ്രീ ഷംനാസ്. ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്കൾക്ക് എന്താണോ പ്രേക്ഷകരോട് പറയാനത് കൃത്യമായി പറഞ്ഞതിന്. എന്തായാലും വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നിവിൻ പോളിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്നാണ് പരാതി. ഈ പരാതി നൽകിയ നിർമ്മാതാവാണ് ഷംനാസാണ് നമുക്കൊപ്പം ഇപ്പോൾ വിശദമായി ചേർന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ സമവാക്യങ്ങൾ. നോമിനേഷൻ നൽകിയ ദേവൻ പിന്മാറിയേക്കുമെന്നാണ് സൂചന. ജഗദീഷ് ബാബുരാജിനൊപ്പം ചേർന്ന് പുതിയ സഖ്യത്തിന് കളമൊരുക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനോൻ മത്സരത്തിനാണ് സാധ്യത തെളിയുന്നത്. അതേസമയം ആരോപണ വിധേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം ശക്തമായി രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനുമാണ് ഇവർ തമ്മിലുള്ള മത്സരം ഉറപ്പാവുകയാണ്. നിലവിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് അമ്മയിലെ തിരുത്തൽവാദികൾ പറയുന്നത്. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് വലിയ അമർഷമുണ്ട്. ആ അമർഷം അമ്മയിൽ പുകയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ലെങ്കിൽ തിരുത്തൽവാദികളും മത്സരത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ജഗദീഷ്, ജയൻ ചേർത്തല, ബാബുരാജ്, അൻസിബ, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ഉണ്ണി ശിവപാൽ
ഇവരാണ് ഔദ്യോഗികം. ഈ തിരുത്തൽവാദികളായി ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ദേവൻ, അനൂപ് ചന്ദ്രൻ, കുക്കു പരമേശ്വരൻ, ജോയ് മാത്യു ഇവരൊക്കെയാണ് എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന. ബാബുരാജ് മാറണമെന്ന് വളരെ വ്യക്തമായി പറയുന്ന തിരുത്തൽവാദികളടക്കം ഇപ്പോൾ അമ്മയിലുണ്ട്. 2 സംഘമായി മത്സരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരികൃഷ്ണൻ, MS ഹരികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഹരി, ഈ ആരോപണ വിധേയനായ ബാബുരാജ് വേണ്ട എന്നതാണല്ലോ ഈ അമ്മയിലെ തിരുത്തൽവാദികളുടെ പക്ഷം. പക്ഷേ ബാബുരാജ് മാറില്ല എന്ന് മനസ്സിലാക്കണമോ? മത്സരം കടുക്കും അല്ലേ? തീർച്ചയായും ഭവ്യ, മത്സരം കടുക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അമ്മയിൽ ഉണ്ടാകുന്ന പുതിയ ചേരികളൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം പ്രധാനമായും ജഗദീഷ് ബാബുരാജ് സഖ്യം വരുന്നു എന്നുള്ളത് കാര്യം പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരു സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അമ്മയിലുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുത്തൽവാദികൾ ഇവർ പ്രധാനമായും ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ പത്രികാ സമർപ്പണത്തിൻ്റെ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്ന സമയത്ത് പല താരങ്ങളും മുന്നോട്ട് വെച്ചിരുന്ന കാര്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചിലർ മത്സരിക്കുന്നുണ്ട്. അത് ബാബുരാജിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ആരോപണ വിധേയർ മാറി നിൽക്കണം എന്നുള്ള കാര്യം അപ്പോൾ തന്നെ പലരും മുന്നോട്ട് വെച്ചിരുന്നു. ഈ തിരുത്തൽവാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഈ സംഘത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ബാബുരാജ് മാറി നിൽക്കണമെന്ന് പരോക്ഷമായി വിമർശിച്ച അമ്മയിലെ പല താരങ്ങൾക്കും ഒരു വലിയ തിരിച്ചടി കൂടിയാകുകയാണ്. ജഗദീഷ് ബാബുരാജും കൂടി ചേരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം പലപ്പോഴും ഇപ്പം നമ്മൾ ഇപ്പോൾ അമ്മയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നേ തന്നെ ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴേക്കും, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിദ്ദിഖിൻ്റെ വിഷയം വന്നപ്പോഴേക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ വിജയ് ബാബു എന്ന നടനും നിർമ്മാതാവിനും ഒക്കെ തന്നെ പടിയിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ പോലും ഇതേ ആരോപണ വിധേയനായ ബാബുരാജ് തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം മാലാ പാർവതി ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ബാബുരാജ് പോലൊരു നടനെ ഇറക്കി നിൽക്കാൻ കഴിഞ്ഞ ടേമിൽ തന്നെ അമ്മയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ബാബുരാജ് രാജിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ബാബുരാജ് അത് കേട്ടില്ല. അതെല്ലാമാണ് മോഹൻലാലിന്റെ രാജിക്കും പിന്നിലുള്ള കാരണമെന്ന് മാലാ പാർവതി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ബാബുരാജ് മത്സരിക്കരുത് എന്ന് വലിയ വിഭാഗം പറയുമ്പോൾ പോലും ബാബുരാജ് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുന്നില്ല. ബാബുരാജ് എന്തായാലും മത്സരത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി ബാബുരാജ് ചെയ്ത പ്രവൃത്തികളെ പറ്റിയും ഇതേ തിരുത്തൽവാദികൾ തന്നെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആരോപണ വിധേയനായ ഒരാൾ ഏത് വിധേനയും മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു വാദമാണ് ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ബാബുരാജ് എന്തായാലും മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇതേ സാഹചര്യത്തിലാണ് അമ്മയിൽ ഒരു വലിയ കലഹത്തിലേക്ക്, ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് തന്നെ ഒരു വലിയ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതോടൊപ്പം തന്നെ മാലാ പാർവതി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ജഗദീഷിന് പൊതുസമൂഹത്തിൽ ഹീറോ ഇമേജ് ആണെങ്കിൽ പോലും അമ്മ സംഘടനയ്ക്കുള്ളിൽ അത്ര വലിയ ഇമേജ് ഒന്നും അല്ല ഉള്ളത്. കാരണം ജഗദീഷ് തന്നെ 2 പക്ഷത്തായി നിന്നൊരു സമയമുണ്ടായിരുന്നു അമ്മയിൽ. അതായത് ഒന്ന് മാധ്യമങ്ങളെ കാണരുത്, താരങ്ങൾ മാധ്യമങ്ങളെ കാണരുത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് താരങ്ങൾ മാധ്യമങ്ങളെ കാണരുത് എന്ന് സംഘടനയ്ക്കുള്ളിൽ നിന്ന് പറഞ്ഞ ഒരു താരം ജഗദീഷാണ്. അതേ ജഗദീഷിനെതിരെ 2 ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അമ്മയ്ക്കെതിരെ സംസാരിച്ചപ്പോഴേക്കും ഹീറോ ഇമേജ് ജഗദീഷിന് അവിടെ ഉണ്ടാകപ്പെടുകയും ചെയ്തു. അങ്ങനത്തെ അമ്മയ്ക്കുള്ളിൽ വലിയൊരു അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ജഗദീഷിന്റെ ഈ നിലപാടിനെ എതിർക്കുന്ന അമ്മയിൽ ഒരു വലിയ വിഭാഗം ആളുകളുമുണ്ട്. പക്ഷെ അത് തന്നെയാണ് പറയുന്നത്, ജഗദീഷിന് അങ്ങനെ തിരുത്തലിനായി വന്ന ജഗദീഷ് ഇപ്പോൾ പഴയ പ്രമുഖർക്കൊപ്പം ചേരുമ്പോൾ അത് തിരുത്തൽ ടീമിനെ ഒരു ദുർബലമാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഒരാൾ ദേവനാണ്. ദേവൻ പത്രിക പിൻവലിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ നീങ്ങുന്നത്. ദേവനോട് മത്സരിക്കാൻ പറഞ്ഞതിൽ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദേവൻ ആകെ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പത്രിക പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് ദേവൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് കൂട്ടൽ. അതോടൊപ്പം തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജയൻ ചേർത്തലയും പത്രിക പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നത്. അങ്ങനെയെങ്കിൽ മത്സരം 4 പേരിലായിട്ടാണ് ചുരുങ്ങുന്നത്. അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ, ശ്വേതാ മേനോൻ, ജഗദീഷ്. ഇതിൽ ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ശ്വേതാ മേനോൻ അമ്മയിലെ മറ്റു താരങ്ങളെ കണ്ട് പിന്തുണ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അതിനിടയിലാണ് ജഗദീഷും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജും ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത മാറുന്നത്. സോ അതെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ജഗദീഷ് പ്രത്യേകിച്ചും തിരുത്തൽവാദികൾക്ക് അല്ലെങ്കിൽ ജഗദീഷ് പ്രമുഖർക്കൊപ്പം ചേർന്നതിൽ ഏറ്റവും പ്രധാനമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിനൊപ്പം ചേർന്നതിൽ ഈ തിരുത്തൽവാദികൾക്കിടയിൽ വലിയൊരു അമർഷം പുകയുന്നുണ്ടാകുമല്ലോ അല്ലേ സ്വാഭാവികമായി? താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരം ഉറപ്പാകുന്നു. ആരോപണ വിധേയരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ മത്സരരംഗത്ത്
ഉറച്ചു നിൽക്കുമെന്നാണ് അമ്മയിലെ തിരുത്തൽവാദികൾ പറയുന്നത്. ജഗദീഷ് ആരോപണ വിധേയർക്കൊപ്പം ചേർന്നതിൽ തിരുത്തൽവാദികൾക്ക് വലിയ അമർഷമുണ്ട്. ഹരികൃഷ്ണൻ തുടരുന്നു. ഹരികൃഷ്ണൻ, ഈ ജഗദീഷ് പ്രമുഖർക്കൊപ്പം ചേർന്നതിൽ പ്രധാനമായും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആൾക്കൊപ്പം ചേർന്നതിൽ വലിയ അമർഷം ഈ തിരുത്തൽവാദികൾക്കൊപ്പം ഉണ്ടാകും. കാരണം തിരുത്തൽവാദികൾക്കൊപ്പം നിന്ന ആളാണ് ജഗദീഷ്. അപ്പോൾ ഒരു വലിയ അമർഷം പുകഴുന്നുണ്ടാകും അമ്മയിൽ ഇപ്പോൾ ഉറപ്പായും, അല്ലേ? തീർച്ചയായും ഭവ്യ, അത് തന്നെ പറയേണ്ടി വരും. കാരണം ആ സമയത്ത് പോലും തൻ്റെതായ നിലപാട് പറഞ്ഞൊരു ആളാണ് ജഗദീഷ് പൊതുസമൂഹത്തിന് മുന്നിൽ. അന്ന് അമ്മയിൽ ഉള്ളിലൊരു വലിയ അമർഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതേ നടൻ ബാബുരാജിനുമായിട്ട്, പ്രത്യേകിച്ച് ആരോപണ വിധേയനായ ബാബുരാജിനൊപ്പം ഒരു സഖ്യം ചേരുമ്പോഴേക്കും സ്വാഭാവികമായും അതിനുള്ളിൽ വീണ്ടും ഒരു ചർച്ചകൾ പുകയുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ജഗദീഷിൻ്റെ ഈ നിലപാടിനോട് യോജിക്കാത്ത അമ്മയിൽ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയൊരു വാശിയേറിയ മത്സരം നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അമ്മ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളും ചർച്ചകളും അമ്മ നേരിട്ട നാണക്കേടുകളും ഒക്കെ തന്നെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. 17 അംഗങ്ങളും രാജിവെച്ച് പോയതും അഡ്ഹോക് കമ്മിറ്റി രൂപപ്പെട്ടതും ഒക്കെ നമ്മളുടെ മുന്നിലുള്ള കാഴ്ചകളാണ്. അതിനുശേഷം അമ്മ ഒരു പുതിയ സംഘടനയായിട്ട് മാറ്റുക എന്നുള്ളത് ആരെക്കാളുപരി അമ്മയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ തലപ്പത്തേക്ക് ഏറ്റവും മുതിർന്നതും പക്വതയുമുള്ള ആളുകൾ വരണം. ഒരു തരത്തിലുമുള്ള പൊളിറ്റിക്സും അതിനകത്ത് ഉണ്ടാവരുത് എന്നുള്ളത് വലിയ വിഭാഗം ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വീണ്ടും അമ്മയെ ഒരു നാണക്കേടിലേക്ക് തള്ളി നീക്കാൻ പറ്റില്ല എന്ന് വാദിക്കുന്നത് തന്നെ ഒരുപാട് ആളുകൾ, ആ 505 അംഗങ്ങളിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷേ അതിലേക്ക് തന്നെയാണോ വീണ്ടും അമ്മ നീങ്ങുന്നത് എന്നുള്ള പ്രശ്നങ്ങളും വിഷമവും തന്നെയാണ് പല താരങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള ഒരു കാര്യവും കൂടി തന്നെയാണ് ആരോപണ വിധേയർ മുഴുവനായിട്ട് മാറി നിൽക്കുക, അമ്മ ഒരു പുതിയ അമ്മയായിട്ട് വരിക എന്നുള്ളൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ദയവായി തുടരുക. ഇപ്പോൾ ഡാനി ഇപ്പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും അമ്മയിൽ ജഗദീഷ് ബാബുരാജ് സഖ്യത്തിന് കളമൊരുങ്ങുന്നു. അതുമാത്രമല്ല, പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നു. ഇത് എന്തിന്റെ സൂചനയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം അത്തരം ചർച്ചകളുടെ എല്ലാം ഒരു ഇടം തന്നെയാണ് സിനിമാ സംഘടനകൾ എന്ന് പറയുന്നത്. കാരണം ആ സംഘടനകളിൽ നിലനിൽപ്പ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. അതിനകത്ത് വലിയ രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തു പോവുകയല്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലനിൽപ്പ് എന്നത് തന്നെയാണ്. മറ്റ് വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും അതിന് ഒരു പരിധി വരെയായിരിക്കും അതിൽ അടിസ്ഥാനമുണ്ടാകുക. മുന്നോട്ട് പോക്ക് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനം. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പുതിയ ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ വരിക. ഇപ്പോൾ വന്നിരിക്കുന്ന 74 സ്ഥാനാർത്ഥികളിൽ നിന്ന് പിന്നീട് ഈ 74 അപേക്ഷകളിൽ നിന്ന് പിന്നീട് പുതിയ സമവായ ക്രമങ്ങളെല്ലാം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ നേരത്തെയും തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അമ്മയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും ചർച്ചകൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലടക്കം അത്തരം ചർച്ചകളും കാര്യങ്ങളും എല്ലാം വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പൊതുധാരണ ഏതായാലും വൈകാതെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ എന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഈ ബാബുരാജിനെതിരെ തന്നെയും വലിയൊരു ചേരിതിരിവ് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ എന്തിനാണോ അമ്മയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി അടക്കം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, ആ സാഹചര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന രീതിയിൽ തന്നെ അനൂപ് ചന്ദ്രൻ അടക്കമുള്ളവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരോപണ വിധേയർ മത്സരിക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടോ എന്നതെല്ലാവരും തന്നെ പരിശോധിക്കപ്പെടണം. ഏത് സാഹചര്യത്തിലാണ് അമ്മ പിരിച്ചുവിടേണ്ടി, അമ്മയുടെ ഭരണസമിതി അടക്കം മാറി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്, അതിൽ നിന്ന് ഒരു മാറ്റവും വരാത്തൊരു സമീപനം എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് പുതിയ സാധ്യതകളും സമവായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നതും കൗതുകകരം തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഈ ആരോപണ വിധേയരെ മാറ്റിയില്ലെങ്കിൽ മത്സര രംഗത്ത് തുടരും എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്മയിലെ തിരുത്തൽവാദികൾ എന്ന് മനസ്സിലാക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഈ ആർക്കാണ് പിന്തുണ, ഇതിലൊരു ചർച്ചകൾ പ്രധാനമായും തന്നെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കൽ പറയുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കേണ്ടതുണ്ട്. കാരണം ഈ അവസരങ്ങളായിരിക്കരുത് ഈ സമവായങ്ങളുടെ ഒരു സമവായങ്ങൾ എന്നതിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനപ്പുറം ഈ കാര്യങ്ങൾ കൃത്യമായൊരു നിലപാട് ഈ കാര്യങ്ങളിൽ എടുക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരം അത് ഉറപ്പാകുന്നു, അല്ലേ ഡാനി? ഏതാണ്ട് അത് അങ്ങനെ തന്നെയാണ് ഉറപ്പാകുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ശക്തമായ രീതിയിലേക്ക് മത്സരം കൊണ്ടുപോകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഈ നമുക്കറിയാം ഈ
യെസ്, ഡാനിയുടെ ഫോൺ കട്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ സമവാക്യങ്ങൾ, നോമിനേഷൻ നൽകിയ ദേവൻ പിന്മാറിയേക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജഗദീഷ് ബാബുരാജിനൊപ്പം ചേർന്ന പുതിയ സഖ്യത്തിന് കളമൊരുങ്ങുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനോൻ മത്സരത്തിനാണ് സാധ്യത തെളിയുന്നത്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കനക്കുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് നടന്ന അതിക്രമം അപലപനീയവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമെന്ന് സിറോ മലബാർ സഭ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കത്തയച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം ഭരണഘടനയെയാണ് ബന്ദിയാക്കിയതെന്ന് ദീപിക മുഖപത്രം എഴുതി. വർഗീയവാദികളുടെ ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്നും പത്രം വിമർശിച്ചു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ലോക്സഭയിൽ ബെന്നി ബെഹനാനും ഹൈബി ഈഡനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധ ധർണ നടത്തും. അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലുള്ള വീട്ടിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, മതപരിവർത്തനമടക്കം ആരോപിച്ചുള്ള അറസ്റ്റാണ്. ഇന്നെന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ. ഇന്നേതായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് പൊതുവിൽ ഇവിടെയുള്ള അവരുടെ വീട്ടുകാരുള്ളത്. ഞാനിപ്പോഴുള്ളത് അങ്കമാലി എളവൂരാണ്. എളവൂരിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണ് ഉള്ളത്. ഒരു കുടുംബ വീടും അതോടൊപ്പം തന്നെ മറ്റ് സഹോദരന്മാർ 3 സഹോദരന്മാരുള്ള അവരുടെ ആ വീട്ടിലാണ് നമ്മളുള്ളത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞത് മുതൽ വളരെ ആശങ്കയോടുകൂടിയാണ് കുടുംബമുള്ളത്. അവരുടെ സഹോദരന്മാർ ഇവിടെയുണ്ട്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എപ്പോഴാണ് ഈ വിവരം ഇവിടേക്ക് അറിയുന്നത്? മിനിഞ്ഞാന്ന് ഒരു 8 മണിയോടുകൂടിയാണ് നമ്മളത് അറിയുന്നത്. അവിടുന്ന് പ്രൊവിൻഷ്യാളെ വിളിച്ച് ഞങ്ങൾ പള്ളി വികാരിനെ അറിയിച്ചു, അതിൽ ഞങ്ങൾ അറിയിച്ചു. പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഓരോ സിസ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ പ്രൊവിൻഷ്യാൾ വഴിയാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞില്ല ബെന്നി ബെഹനാൻ MP MLA VD സതീശൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഭാഗത്തുണ്ട്. കാരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമ്മൾ അവിടെയുള്ള ക്ലിനിക്കിലേക്ക് 3 പ്രായപൂർത്തിയായ കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് പിക്ക് ചെയ്യാൻ പോയതാണ് ചെയ്ത തെറ്റ്. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറങ്കിലടച്ചിരിക്കുന്നത്. ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എപ്പോഴെങ്കിലും ഈ ഇത്തരം ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്? കാരണം 30 വർഷത്തിൽ അധികമായിട്ട് ഇവർ നോർത്ത് ഇന്ത്യയിലാണല്ലോ സേവനം ചെയ്യുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഭീഷണിയുള്ളതായോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാൻ കഴിയാത്ത സാഹചര്യമുള്ളതായോ പറഞ്ഞിട്ടുണ്ടോ? സിസ്റ്റർ ഇപ്പോൾ നേഴ്സായതുകൊണ്ട് ക്ലിനിക്ക് ഹോസ്പിറ്റലിലുള്ള സ്ഥലത്താണ് ആൾ കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ആൾ ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പഴയ കാലം പോലെയല്ല, നമുക്ക് സഭാവസ്ത്രം ഇട്ട് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവരുടെ യൂണിഫോം വരെ സാരി ആക്കിയാലോ എന്ന് കാര്യം അച്ഛന്മാരൊക്കെ തീരുമാനിക്കുന്നു, വൈദികരൊക്കെ തീരുമാനിക്കുന്നു. പുറത്തു പോകാനുള്ള ഒരു പേടി ഈ സന്യാസി സമൂഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇവിടെ സംഭവിച്ചത് അതൊക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് മാധ്യമത്തിലൂടെ വന്ന അറിവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് സിസ്റ്ററായിട്ട് നേരിട്ട് സംസാരിക്കാനോ എന്താ സംഭവിച്ചെന്ന് പറയാനോ പറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒന്നും അവിടെ തീരുമാനമായില്ലെങ്കിൽ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോകാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും സിസ്റ്റേഴ്സും പ്രൊവിൻഷ്യാളും എല്ലാവരും അവിടെ എന്താ നിയമം എല്ലാം ചെയ്യുന്നുണ്ട്.
പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ നിന്നുകൊണ്ട് തീരുമാനമായില്ലെങ്കിൽ നേരിട്ടൊന്ന് പോകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൂത്ത സഹോദരനാണ്. നാട്ടിൽ ഇനി ഈ രാജ്യത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സിന് ഈ തരത്തിലൊരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. ഒരു തരി പോലും തെറ്റ് ചെയ്യാത്ത 2 കന്യാസ്ത്രീകളെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ, ഈ വജ്രങ്ങൾ എന്ന് പറഞ്ഞ സംഘടന ആൾക്കൂട്ടം പറഞ്ഞതുപോലെയാണ് പോലീസ് കേസെടുത്തത്. നിങ്ങൾ നോക്കുക, ഈ വജ്രങ്ങൾ എന്ന് പറഞ്ഞ സംഘടന അവർക്ക് പോലും എന്തെങ്കിലും അപകടം പറ്റിയാൽ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരെയാണ് ഇവർ ഈ തുറങ്കിലടച്ചത്. അവിടെ ഈ സിസ്റ്റർമാർ ശുശ്രൂഷിക്കുമ്പോൾ അത് BJP-കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, ഏത് സമുദായം ഒന്നും നോക്കാറില്ല. അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിചരിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, അവരുടെ പിന്നാലെ നടക്കുക. അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കന്യാസ്ത്രീമാരാണ് 2 പേരും. ഒരു പ്രതിഫലം നമ്മുടെ കുടുംബത്തിലേക്കോ സ്വന്തമായോ സ്വീകരിക്കാത്തവരാണ് അവർ. അങ്ങനെയുള്ള 2 കന്യാസ്ത്രീമാരെയാണ് ഇവർ തുറങ്കിലടിച്ചത്. നിയമവ്യവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും ഇവിടെ എന്നാണ് അവസാനമായിട്ട് ഇവിടേക്ക് എത്തിയത്? 2 മാസം മുമ്പാണ്. ചേച്ചിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ആർത്രൈറ്റീസ് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് ഷെയർണൈസിൽ കുറേ നാളായിട്ട് ചികിത്സയിലാണ്. അപ്പോൾ 6 മന്ത് കൂടുമ്പോൾ ആള് റിവ്യൂവിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് ആൾ വന്നു. ആൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊന്നും നിവർത്താൻ പറ്റില്ല. അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ക്ലിനിക്കിലാണ്. അപ്പം ഒത്തിരി പേഷ്യൻസ് ഇവിടെയാണെങ്കിലും ആദിവാസികളും ചേച്ചി പറയുന്നതാണ് ഞങ്ങൾക്ക്, അവിടെ ഒത്തിരി പാവപ്പെട്ടവർ അവരൊക്കെ ഈ ക്ലിനിക്കിനൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ എന്ത് വലിയ കേസുകൾ ഉണ്ടായാലും ഇവരെ ഭയങ്കര വിശ്വാസമാണ്, ഈ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു ഇതിൽ ഇവരുടെ ക്ലിനിക്കിൽ വന്ന് അങ്ങനെ ചേച്ചി നല്ലൊരു രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സേവനം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2 സിസ്റ്റേഴ്സും, ചേച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് മറ്റേ വന്ദന എന്ന് പറഞ്ഞ സിസ്റ്ററും. അപ്പോൾ അവർ 2 പേരും നഴ്സാണ്. അവർ 2 പേരും അങ്ങനെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി ചെറിയതല്ല, ഒത്തിരി ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സങ്കടമുണ്ട്. ഇനി എന്താകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ മിനിസ്റ്റർക്കായാലും ഇന്നലെ ലെറ്റർ അയച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP അതിൽ വളരെ റോജി എം ജോൺ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ അതിനകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിലൊക്കെ ഉന്നയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കേരളം വിട്ടുപോയാലുള്ളൊരു അവസ്ഥ ഓർത്തിട്ട് അതിലേറെ സങ്കടമുണ്ട്. ഇനി ആർക്കും വരരുത് എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. പ്രായമായ അമ്മയുണ്ട്, പക്ഷെ അവരെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാതെ ഒരു ചികിത്സ. ഡാനി പോളാണ് കന്യാസ്ത്രീയുടെ വീട്ടിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചേക്കും. അതേസമയം കോൺഗ്രസ് നിരയിൽ നിന്ന് ശശി തരൂർ സംസാരിച്ചേക്കില്ല. തരൂരിന് അത്തരമൊരു നിർദ്ദേശം ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ആർ രാഗേഷ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് അക്കമിട്ട് നിരത്തിയിട്ടായിരിക്കും ഭരണപക്ഷം ഇന്ന് ചർച്ചയിൽ സംസാരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം താൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJP-യിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ശശി തരൂർ. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസ് നിരയിൽ നിന്ന് സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അല്ലെ? ഹലോ ആർ രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, എന്തായാലും ഭരണപക്ഷം ഈ വിജയം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ന് സംസാരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കഴിഞ്ഞു ശശി തരൂർ. നേരത്തെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് താൻ മത്സരിക്കില്ല, BJP-യിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു ശശി തരൂർ. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസ് നിരയിൽ നിന്ന്, പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഭവ്യ, ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാരണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ദൂരിലും ഒപ്പം തന്നെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയിലും ചർച്ച വേണമെന്നത്. പ്രത്യേക സമ്മേളനം ഇതിനായി വിളിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും ഇന്ന് ഇപ്പോൾ വർഷകാല സമ്മേളനത്തിൻ്റെ 2ാമത്തെ ആഴ്ച ഇന്ന് തുടങ്ങുകയാണ്. ആദ്യ ആഴ്ച പല വിഷയങ്ങളിൽ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് ഏതായാലും ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്.
16 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക. ഏതായാലും ഭവ്യ ചോദിച്ചതുപോലെ ശശി തരൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്നുകൂടി ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡറാണ് ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ഈ കോൺഗ്രസിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുടക്കമിടുക. ഏതാണ്ട് 2.5 മണിക്കൂർ സമയമാണ് 16 മണിക്കൂറിൽ 2.5 മണിക്കൂർ സമയമാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഗൗരവ് ഗൊഗോയ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. നേരത്തെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായ ശശി തരൂർ ഏതായാലും ചർച്ചയുടെ ഭാഗമാകില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസും ഒപ്പം തന്നെ ശശി തരൂരും തമ്മിൽ അനൈക്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദൗത്യ സംഘത്തിലേക്കുള്ള ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലായി പിന്നീട് ആ ഭിന്നത വർദ്ധിച്ചു വരുന്നതാണ് കണ്ടത്. ഏതായാലും ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല ഈ ചർച്ചയിൽ നിന്നാണ് അറിയുന്നത്. ഏതായാലും ആരൊക്കെ സംസാരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ശശി തരൂർ സംസാരിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ സർക്കാരിനോട് പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊരു വ്യക്തത തേടിക്കൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം. പ്രത്യേകിച്ച് പഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചില്ല, ഇതുവരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയവരെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലും താനാണ് ഇത്തരത്തിൽ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചെന്ന് അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ ഖർഗെ തന്നെ പറഞ്ഞത് 22 തവണ ട്രംപിന്റെ ഭാഗത്ത് ഇത്തരം അവകാശവാദം ഉണ്ടായി എന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് പോലും അതേ വാദം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന് നീക്കം. എന്നാൽ സർക്കാരാകട്ടെ ഏതായാലും വലിയ നേട്ടമായി തന്നെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല. വ്യക്തമായ ആധിപത്യം ഇന്ത്യക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ആ നിലപാട് തന്നെയായിരിക്കും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുക. ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്നാണ്. പ്രധാനമന്ത്രി ഏതായാലും സഭയിലുണ്ടാകും, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷം സർക്കാർ ഒരു പ്രമേയം കൊണ്ടുവരും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഭവ്യ. ശരിയാർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലപാട് വ്യക്തമാക്കി ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. BJP അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി BJP ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് BJP നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും BJPയിൽ പ്രാഥമിക അംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ BJP പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ BJPയിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശരി, മറ്റു വാർത്തയിലേക്ക്. പാലോട് രവി ഉൾപ്പെട്ട ഫോൺ സംഭാഷണ വിവാദം അന്വേഷിക്കാൻ KPCC. വിവാദം അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. ഡാൻ കുര്യൻ ചേർന്ന വിവരങ്ങളുമായി. ഡാൻ, എന്തായാലും പാലോട് രവി പറഞ്ഞു, കുടുങ്ങി, രാജിവെച്ചു. ഇനി എന്തായാലും തുടർ നീക്കങ്ങൾക്ക് KPCC ഒരുങ്ങുന്നു, അല്ലേ?
പാർട്ടി തല അന്വേഷണത്തിന്റെ ഭാഗമായാണ് KPCCയുടെ അച്ചടക്ക സമിതിയുടെ ചുമതലയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. KPCCയാണ് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലോട് രവിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേൾക്കുന്നതിനൊപ്പം പാലോട് രവിയോട് സംസാരിച്ച ജലീലിന്റെ, അതായത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയാണ് അദ്ദേഹം, നെടുമങ്ങാടുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു സംഭാഷണം റെക്കോർഡ് ചെയ്യാനിടയായ സാഹചര്യം, അത് പുറത്തു പോകാനിടയായ സാഹചര്യം, ഇതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് ഇങ്ങനെയൊരു സംഭാഷണം ഇപ്പോൾ പുറത്തുവരാൻ സാഹചര്യം ഒരുക്കിയത് എന്നാണ് അടക്കം പറച്ചിൽ. അതടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KPCC നേതൃത്വത്തിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ എന്ത് തുടർ നടപടിയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. സതുദ്ദേശത്തോടെയാണ് പാലോട് രവി ഇത്തരം ഒരു സംഭാഷണം നടത്തിയത്. തമ്മിലടിച്ചാൽ പാർട്ടി തകരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മുതിർന്ന നേതാക്കളടക്കം നേതൃത്വത്തോട് പങ്കുവെക്കുന്നത്. പക്ഷേ ഈ സംഭാഷണം പുറത്താകുകയും അത് പാർട്ടിക്ക് അവമതിപ്പാകുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി എന്ന് വേണം പാലോട് രവി രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് പുതിയ DCC അധ്യക്ഷനായി താൽക്കാലിക ചുമതല കൈമാറിയിരിക്കുന്ന N ശക്തൻ ഉച്ചയ്ക്ക് 12 മണിക്ക് DCC ആസ്ഥാനത്ത് തന്റെ ചുമതല ഏറ്റെടുക്കുകയാണ്. ശരി, ഡാൻ തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ, നമ്മുടെ തന്നെ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കമാവുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ച നയിക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായി ഉള്ള വിഷയം ഈ തരൂർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. താൻ ഇനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ താൻ മത്സരിക്കാനില്ല, ഉപരാഷ്ട്രപതിയാവാനില്ല, BJPയിൽ അംഗത്വം എടുക്കാനില്ല എന്നുള്ള വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശശി തരൂർ. ആ വിഷയത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക്, പ്രത്യേകിച്ചും ഇത്തരത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ, തരൂർ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തുടർച്ചയായി പാർട്ടി നിലപാടിന് വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന തരൂരിനെ ഇനി ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ? ഡാൻ, അതായത് ഈ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനിടയായ സാഹചര്യം അത് അനാരോഗ്യമാണ് ഔദ്യോഗികമായ വിശദീകരണക്കുറിപ്പിലുള്ളതെങ്കിലും അതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിന് വേണ്ടി വഴിയൊരുക്കുന്നതിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് എന്ന തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് ക്യാമ്പിലടക്കം വലിയ തരത്തിൽ സജീവമായിരുന്നു. അതിനിടയിലാണ് ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിപ്പിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അടക്കം തരൂരിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം BJP കേന്ദ്രങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പ്രത്യേക ദൂതൻ മുഖേന തരൂരുമായി സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് താൻ മത്സരിക്കാനില്ല, BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ട എന്ന് കൃത്യമായി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിർണായകമായ പല ദൌത്യങ്ങളിലും തരൂരിനെ ഒപ്പം നിർത്തണമെന്ന താൽപര്യത്തിലാണ്. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ വിദേശ പര്യടനമടക്കം രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ പര്യടനങ്ങളടക്കം നടത്തിയത്. പക്ഷേ ഈ BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള പദവികൾ ഏറ്റെടുക്കാൻ താനില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതോടെ തരൂർ BJPയിലേക്ക് എന്ന ചോദ്യങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ തരൂരിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തരൂരിന് സംസാരിക്കാൻ കോൺഗ്രസ് അവസരം നൽകിയിട്ടില്ല. സംസ്ഥാനത്തും തരൂരിനോട് അകലം പാലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്തടക്കം പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന ഒരു അനൌദ്യോഗിക തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെയിരിക്കെ താൻ BJPയിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയും കോൺഗ്രസ് നേതൃത്വവുമായി അകലം തുടരുകയുമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ തരൂരിന്റെ തുടർ നീക്കം എന്താകുമെന്നതാണ് ഏറ്റവും ഉദ്യോഗം ഉണർത്തുന്ന ചോദ്യം. അത് സംബന്ധിച്ച വൈകാതെ തന്നെ ഒരു വ്യക്തത കൈവരുമെന്നാണ് വിവരം. എന്തായാലും തരൂർ BJPയിലേക്കോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു വിരാമം ആയിരിക്കുന്നു. ഈ BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനും താനില്ല എന്നാണ് പ്രത്യേക ദൂതൻ മുഖേന കേന്ദ്ര സർക്കാരിനെ ശശി തരൂർ അറിയിച്ചിരിക്കുന്നത്.
തീർച്ചയായും BJP-യിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ശശി തരൂർ. പക്ഷേ അപ്പോൾ പോലും ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നത് കോൺഗ്രസിനെ കുഴക്കുന്നുവെന്ന് മനസ്സിലാക്കാം. എന്തായാലും തരൂരിനെതിരെ തിടുക്കത്തിലൊരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാവാത്തതിന് കാരണം ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തരൂരിന് വലിയ പ്രാധാന്യം നൽകുന്നത് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസ് കാണാം. വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യും. നമസ്കാരം.